നേരെ നമുക്ക് തലസ്ഥാനത്ത് ഇനി തിരുവനന്തപുരത്തേക്കൊന്ന് വരാം. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആഘോഷം ശംഖുമുഖത്തും അതോടൊപ്പം തന്നെ കോവളം പോലെയുള്ള ബീച്ചുകളിലാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ശംഖുമുഖത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ശംഖുമുഖത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. രാത്രി ടിക്കറ്റൊക്കെ വെച്ചുള്ള പരിപാടിയാണ് ശംഖുമുഖത്ത് നടക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഡെസ്കിലൊക്കെ രാവിലെ ഭയങ്കര തിരക്കാണ്, വൈകിട്ട് ആരുമില്ല. ഇപ്പോൾ വൈകിട്ട് എങ്ങനെ ഡെസ്ക് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? ഗൗതം, തലസ്ഥാനത്ത് തന്നെ വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ എത്തി വരുന്നതേ ഉള്ളൂ, പല സ്ഥലങ്ങളിലുള്ള സഞ്ചാരികളൊക്കെ ഇവിടേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. എന്നാൽ അല്പം കൂടി കഴിയുമ്പോൾ, അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടേക്ക് ഈ നിലവിലെ ശംഖുമുഖത്തിൻ്റെ കളം അങ്ങ് മാറും. ആളുകളെല്ലാം എത്തും, ഒരുപാട് സഞ്ചാരികൾ എത്തും. മാത്രമല്ല ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പേർ ഇവിടേക്ക് എത്തുകയൊക്കെ ചെയ്യും. എന്തായാലും ഒരുക്കങ്ങൾ ഇവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം വൈകുന്നേരമാകുമ്പോഴേക്കും വാഹനങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തിരക്കുണ്ടാകും, നിയന്ത്രണം ഉണ്ടാകും. മാത്രമല്ല നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഇവിടെ എത്തിയവർ 2-3 പേരുണ്ട്. മലയാളികളാണോ? എവിടുന്ന? കാസേ महाराष्ट्र. न्यू ईयर सेलिब्रेट करने के लिए आए हो क्या? Yes, I came here for New Year celebration. So I just came in because in the morning I want to get fresh air. But here there is no fresh air. There is only dust and litter. The beach is very dirty, and I didn't I was not knowing that beach is so dirty, and we came here for New Year celebration, as he said. And we were enjoying a lot. We thought that Tsunami Beach Park will be very good. We were exciting that beach will be clean, and then we came here and we saw the dirt, then our mood also went. We will go for other guys also, so please take any proper action. So you are doing great work. So न्यू ईयर कैसा सेलिब्रेट करना चाहता है? I want to celebrate good, very nice, rememberable. Yeah, I also want to celebrate it very nice, and I will give the resolution, and I will do something good this year. ഗൗതം, ഇവർ പറയുന്നത് ഒരു പരാതിയാണ്. കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ് ഇവർ. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്. പക്ഷേ നമ്മുടെ ശംഖുമുഖം ബീച്ചും പരിസരം കണ്ടപ്പോഴേക്കും അവരുടെ മൂഡ് ഔട്ടായി പോയെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം വൃത്തിഹീനമായിട്ടാണ് ഇവിടെ കിടക്കുന്നതെന്നാണ് ഇപ്പോൾ അവരുടെ പരാതിയായിട്ട് സഞ്ചാരികൾ പരാതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധികൃതർ ഈ ബീച്ച് കൂടി വൃത്തിയാക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥന നമുക്കും പറയാനുണ്ട്. കാരണം പുറത്തു നിന്നൊക്കെ ആളുകൾ എത്തുന്നതാണ്, സഞ്ചാരികൾ എത്തുന്നതാണ്. അപ്പോൾ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ വൃത്തിയും ശുദ്ധിയുമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരും. നമ്മുടെ സംസ്ഥാനത്തിന് അതൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയും സാമ്പത്തികമായിട്ടൊക്കെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും ഒരുക്കങ്ങൾ ഓരോ സ്ഥലത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അല്പസമയം കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ആളുകൾ നിരവധി പേർ ഇവിടേക്ക് എത്തും, സഞ്ചാരികളെത്തും. ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലേക്ക് കടക്കുകയും ചെയ്യും. മലയാളികളല്ലേ? മലയാളികളാണ്. എങ്ങനെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വൈകുന്നേരം കൂടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ വരാമെന്ന് വിചാരിച്ചു. എവിടുന്നാ വന്നത്? ഞങ്ങൾ ഇവിടെ നാട്ടിൽ തന്നെ, ഇവിടെ തന്നെയാണ്. മുട്ടത്ത്. എങ്ങനെയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ന്യൂ ഇയർ ഞങ്ങൾ അടിച്ചു പൊളിക്കണം. 2025 എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. 2025 കുഴപ്പമില്ല, നന്നായിരുന്നു. 26 അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കാലത്ത് തന്നെ ശുദ്ധവായു ശ്വസിക്കാന്ന് ചോദിച്ചിട്ട് വന്നതല്ലേ? ശുദ്ധവായു. ശുദ്ധവായു നന്നായിരിക്കും. ചേച്ചി എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകണം. ഇനി എങ്ങനെയാണ് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവർക്കും ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നു. അതുതന്നെയാണ് ഈ സന്തോഷമായിട്ട് തന്നെ ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന ആഗ്രഹമാണ്. എന്തായാലും എല്ലാവരും ഇവിടേക്ക് ഈ ശംഖുമുഖം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചേട്ടാ പറയുന്നത് സുഖമായിട്ടിരിക്കും. എങ്ങനെയാണ് ഇത്തവണത്തെ പദ്ധതികളും പ്ലാനും ഒക്കെ? ഒരു പദ്ധതിയും പ്ലാനും ഇല്ല, ഇങ്ങനെ അങ്ങ് പോകുമല്ലേ? വരുന്നിടത്ത് വെച്ച് കാണാം. രാവിലെ തന്നെ ആഘോഷിക്കാറിയിരിക്കുകയാണല്ലേ കടൽക്കാറ്റൊക്കെ കൊണ്ട്? അതെ, രാവിലെ തന്നെ. എന്തൊരു നല്ല സ്ഥലമല്ലേ ന്യൂ ഇയർ ഒക്കെ തുടങ്ങാൻ. അതുതന്നെയാണ് ഓരോരുത്തരും ഇങ്ങനെ സംഗമത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരുന്ന കുട്ടിയായിട്ട് കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. തിരികെ കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഓരോരുത്തരും ഇവിടേക്ക് എത്തുകയാണ്. ഓരോരോ രൂപങ്ങൾ ഇവിടെ ഇങ്ങനെ മൂർത്തി കൊണ്ട് ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആമയുടെ രൂപമാണ്. ഈ മണൽ ശില്പം ഇവിടെ കരയിൽ മോളാണ് ഉണ്ടാക്കിയത്. കൊള്ളാം, ഭംഗിയുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ? നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ കന്യാകുമാരി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. ഇന്ന് തിരിച്ച് ഇവിടുന്ന് കന്യാകുമാരിക്ക് പോകും.
ഇന്നല്ല, നാളെ. ഗൗതം വേണ്ട ഈ ആമ ഉണ്ടാക്കിയ ആളാണ് വേണ്ട ഈ കുഞ്ഞു മോള്. എങ്ങനെ മോളാണ് ആമ ഉണ്ടാക്കിയത്? ഇങ്ങോട്ട് നോക്ക്. കൊള്ളാം, ഭയങ്കര ഭംഗിയുണ്ട്. മയക്കൊന്നും പിടിച്ച് കയറല്ലേ. പറ ഒരു ഹായ് പറഞ്ഞേ. ഈ ഒരു കടൽക്കരയിലൊരു മണലും മറ്റേ ചിപ്പിയുടെ കക്കൊക്കെ കൊണ്ടൊരു ഒരു ആമയുടെ രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞു മോളാണ്, ഇവളാണ് ഉണ്ടാക്കിയത്. മോളുടെ പേരെന്താ? നൈസ് നെയിം. അങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ വൈബ് അങ്ങ് മാറും. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ ശംഖുമുഖത്തേക്ക് തിരക്ക് വർദ്ധിക്കും, നിയന്ത്രണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ മറ്റു രീതിയിൽ DJ പാർട്ടികളടക്കം ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൻ്റെ അടക്കം ശക്തമായ നിയന്ത്രണങ്ങളും ഉണ്ടാകും. നേരത്തെ തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ചില ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങൾ തലസ്ഥാന നഗരിയിലുണ്ടാകും, ടൗണിലുണ്ടാകും. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാകും നിലവിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശംഖുമുഖവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവത്സരത്തിലേക്ക് പിറക്കുവാൻ. എല്ലാ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ്. ഈ ഒരു പകൽ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷം തുടങ്ങുകയാണ്. ശംഖുമുഖത്ത് വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. പക്ഷേ കേരളത്തെ പറ്റിയുള്ള മഹാരാഷ്ട്രക്കാരുടെ സങ്കല്പമൊക്കെ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം അവർ ഈ പത്രത്തിൽ നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുമ്പം ശംഖുമുഖം ബീച്ചൊക്കെ ആകെ തകർന്ന് കിടക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ കാണണം. ഈ PR മാത്രം നടത്തിയാൽ പോരാ. കാരണം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ നാടിനെ പറ്റി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. പക്ഷേ എത്തുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വലിയ നിരാശയാണ്. അത് സ്വാഭാവികമായിട്ടും ടൂറിസം മേഖലയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി